ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് അഫോർഡബിൾ എഡ്യൂക്കേഷൻ ലോണിനെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങളോട് എന്താണ് ഈ മോസ്റ്റ് അഫോർഡബിൾ എഡ്യൂക്കേഷൻ ലോൺ? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന എഡ്യൂക്കേഷൻ ലോണിൽ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ഉറപ്പ് തരുന്ന അല്ലെങ്കിൽ ഗ്യാരണ്ടി തരുന്ന ഒരു സംഭവമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതാണിത്. പക്ഷേ ഇതിനെപ്പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. സ്റ്റിൽ എനിക്ക് ഇത് റിലേറ്റഡ്, ചേച്ചി ഞാനൊരു മിഡിൽ ക്ലാസ് ആണ്, എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടാൻ പാടാണ്, ഇപ്പം ഞാൻ എഡ്യൂക്കേഷൻ ലോണിൻ്റെ പുറകെയാണ്, ഒന്നും കിട്ടുന്നില്ല അങ്ങനെ. അപ്പോൾ ഇതിനെപ്പറ്റി കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോഴും കിട്ടുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ഒന്നുകൂടെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമുക്ക് മടിച്ച് നിൽക്കാതെ മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. മോസ്റ്റ് അഫോർഡബിൾ എഡ്യൂക്കേഷൻ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ എഡ്യൂക്കേഷൻ ലോൺ ഉറപ്പ് തരുന്ന അല്ലെങ്കിൽ ഗ്യാരണ്ടി തരുന്ന ഒരു സംഭവമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ആ സംഭവത്തിൻ്റെ പേരാണ് ഗ്യാൻധൻ. എന്താണ് ഈ ഗ്യാൻധൻ? ഗ്യാൻ ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം, നോളജ്. ധൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ. അപ്പം നിങ്ങളുടെ പഠനത്തിനുള്ള പൈസ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പണം പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണ് ഈ ഗ്യാൻധൻ എന്ന് പറഞ്ഞത്. ഗ്യാൻധനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുവാണെങ്കിൽ, നിങ്ങളൊരു എഡ്യൂക്കേഷൻ ലോൺ കിട്ടാതെ വെയിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ അബ്രോഡ് ഏത് രാജ്യമായിക്കോട്ടെ, ഓസ്ട്രേലിയ തന്നെ ആവണമെന്നില്ല, ഏത് രാജ്യമായിക്കോട്ടെ, പുറത്ത് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എഡ്യൂക്കേഷൻ ലോണിൻ്റെ പുറകെ നടന്ന് മടുത്തു, ഇതുവരെ എഡ്യൂക്കേഷൻ ലോൺ ശരിയായിട്ടില്ല, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമോ എന്നൊന്നും അറിയില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, പുറം രാജ്യത്ത് പഠിക്കാൻ നേരത്ത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങൾ IELTS പാസ്സായി കാണും, നല്ല മാർക്ക് ഉണ്ടാവും, നല്ല യൂണിവേഴ്സിറ്റി ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നല്ല കോഴ്സും ഒക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ ഫസ്റ്റ് വരുന്ന മെയിൻ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫണ്ട്, ദൈവമേ പൈസ ശരിയാവോ എന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷനാണ് ഗ്യാൻധൻ എന്ന് പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ നിങ്ങളുടെ ആദ്യ സ്റ്റെപ്പ് തൊട്ട് അവസാന സ്റ്റെപ്പ് വരെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലോൺ കയ്യിൽ കിട്ടണ വരെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ഗ്യാൻധൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ചുമ്മാ കൂടെ നിൽക്കണമെന്ന് മാത്രമല്ല, അതുകൂടാണ്ട് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് അവർ ഗ്യാരണ്ടി പറഞ്ഞ് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ഇവർ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ ഉറപ്പ് തരുന്നു. ഫോർ എക്സാമ്പിൾ വേറൊരു കാര്യം എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമോ ഇല്ലയോ എന്ന് ഫസ്റ്റ് സ്റ്റേജ് തന്നെ അവർ നോക്കും. ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാണ്ട് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കും. അല്ലാണ്ട് ഈ കുറേ ബാങ്കിൻ്റെ പുറകെ കിടന്ന് അവസാനം 6 മാസം കഴിയുമ്പോൾ അയ്യോ ഇനി നിങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ അല്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അവർ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ കിട്ടുമെന്നും കിട്ടില്ലെങ്കിൽ കിട്ടൂലെന്നും പറഞ്ഞിട്ട്, കിട്ടുമെന്ന സ്റ്റേജ് ആണെങ്കിൽ ആദ്യ സ്റ്റേജ് തൊട്ട് അവസാന സ്റ്റേജ് വരെ, അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലോണിൻ്റെ പൈസ വീഴുന്ന വരെ നിങ്ങളുടെ കൂടെ ഫ്രീ ഓഫ് ചാർജ് ഒറ്റ പൈസയും മേടിക്കാതെ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഗ്യാൻധൻ എന്ന് പറയുന്നത്. ഇനി ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. ഗ്യാരണ്ടി ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കുറേ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്, ഗ്യാരണ്ടി തരുന്നു എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് APR സർവീസസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. APR സർവീസസ് എന്ന് വെച്ചാൽ എന്താ? അതിനകത്ത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുവാണെങ്കിൽ, ഇവർ പറയാമല്ലോ, ഇങ്ങനെ ഗ്യാരണ്ടി പറയുവാണ് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ എഡ്യൂക്കേഷൻ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നു. APR സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതിലും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ വേറെ എഡ്യൂക്കേഷൻ ലോൺ ആളുകൾക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ APR സർവീസ് ക്ലെയിം ചെയ്യാം. അതെന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഗ്യാൻധൻ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ ലോണിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 8%. പക്ഷെ നിങ്ങൾക്ക് അതിലും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള വേറെ ഒരു എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റി, അത് ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ 6% എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ 8%, 6% തമ്മിലുള്ള ഡിഫറൻസ് 2% ലൈഫ് ലോങ് ഇവർ അടയ്ക്കാനായിട്ട്, EMI എന്നുള്ള രീതിയിൽ അടയ്ക്കാനായിട്ട് ഇവർ റെഡി ആവുന്നു. അപ്പം അത്രയും ഉറപ്പാണ് ഇവരിലെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള എഡ്യൂക്കേഷൻ ലോൺ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഗ്യാരണ്ടി ചെയ്ത് ഇവർ എടുത്ത് പറയുന്നത്. പിന്നെ അതിനകത്ത് മെയിനായിട്ട് ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ വിശ്വസിക്കാൻ പറ്റുമോ എന്നതാണ്. ഇവർ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതിൽ ഇവർ ചെയ്ത എഡ്യൂക്കേഷൻ ലോണിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ, ഇപ്പം 3400 കൂടുതൽ യൂണിവേഴ്സിറ്റീസുമായിട്ട് ഇവർക്ക് കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഓസ്ട്രേലിയയുടെ മാത്രമല്ല കേട്ടോ, UK ആയിക്കോട്ടെ, ഏത് പുറം രാജ്യമായിക്കോട്ടെ, ഇവരെല്ലാ രാജ്യങ്ങൾക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് 3400 കൂടുതൽ യൂണിവേഴ്സിറ്റീസായിട്ട് ഇവർ ഡീൽ ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് 10,000 കൂടുതൽ സ്റ്റുഡൻസ്
ആയിട്ട് ഇവർ എന്തുവാണ് ഓൾറെഡി ഡീൽ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കുറേ 10,000 കൂടുന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ ഉള്ള കണക്കാണ്. ഇപ്പോൾ 3,400 എന്നുള്ളതും കുറച്ച് മുന്നേ ഉള്ള കണക്കാണ്. അപ്പോൾ അതിൽ കൂടുതൽ യൂണിവേഴ്സിറ്റീസും സ്റ്റുഡൻസുമായിട്ട് ഡീൽ ചെയ്തതിന് അവർ കഴിഞ്ഞ വർഷം പ്രൊവൈഡ് ചെയ്തത് 5,000 കോടി രൂപയിൽ കൂടുതൽ എഡ്യൂക്കേഷൻ ലോണാണ്. അപ്പോൾ ഇതൊക്കെ കണക്കുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ജെനുവിനിറ്റി പ്രൂവ് ചെയ്യാനുള്ള ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത് ഇവരുടെ ജെന്യൂനിറ്റി പ്രൂവ് ചെയ്യാൻ നേരത്ത് പറയാനുള്ളത് ഇവരുടെ മെയിൻ ലെൻഡിങ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ് ഇവർക്ക് ലോൺ, ഇവർ ഏത് വഴി അല്ലെങ്കിൽ ഏത് ബാങ്ക്സ് വഴിയാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HDFC, SBI, പിന്നെ എന്താ ICICI, അങ്ങനെ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അങ്ങനെ കുറേ നമ്മുടെ ഫേമസ് അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ബാങ്ക്സ് വഴിയാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് പേടിക്കാനില്ല, അയ്യോ ഇവരെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം ഈ ബാങ്ക്സ് ഒക്കെ വഴിയാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടിയാണ് ഇവരുടെ ജെന്യൂനിറ്റി നിങ്ങളുടെ ഫസ്റ്റ് മനസ്സിൽ വരുന്ന ദൈവം ഇവർ വിശ്വസിക്കാൻ പറ്റൂ എന്നുള്ള സംഭവത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇവരുടെ ഇനി മെയിൻ ഒരു സംഭവം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കണ്ടാവും ഇതിപ്പോൾ ഏജൻറ്റ് വഴി ചെയ്യാൻ നേരത്തും ഇവർ ചെയ്യാൻ നേരത്തും എന്താ വ്യത്യാസം എന്ന്. അപ്പോൾ ഏജൻറ്റ് വഴി നിങ്ങളൊരു എഡ്യൂക്കേഷൻ ലോൺ നോക്കാൻ നേരത്തെ എന്നാ പ്രശ്നം പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏജൻസ് എപ്പോഴും അവരുടെ ബെനിഫിറ്റാണ് നോക്കുകയുള്ളൂ. അപ്പോൾ അവരുടെ ബെനിഫിറ്റ് നോക്കാൻ നേരത്തെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഓൾറെഡി ചില ബാങ്ക്സുമായിട്ട് കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും, ആ കണക്ഷനുള്ള ബാങ്കുകളെ പ്രൊമോട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ലോങ് ടൈം ബെനിഫിറ്റാണ് നോക്കുകയുള്ളൂ. അങ്ങനെ നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് എത്ര ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നു അതൊന്നും അവർ നോക്കുന്നില്ല. അവരുടെ ലാഭം എന്താണ് ആ രീതിയിൽ നിങ്ങൾക്കൊരു ലോൺ, എഡ്യൂക്കേഷൻ ലോൺ അവർ കണ്ടുപിടിച്ച് തരുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ച് തരുന്നു. പക്ഷേ ഗ്യാൻതൻ വരാൻ നേരത്ത് ഇവർ ഏതെങ്കിലും ഒരു ബാങ്ക് എടുത്ത് നിങ്ങൾക്ക് തരുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് എവിടെയാണോ കിട്ടുന്നത് ആ ഒരു ബാങ്ക് ആയിരിക്കും ഇവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവർ അതിലും വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ നിങ്ങളുടെ ഒറ്റ പൈസയും ചാർജ് ചെയ്യുന്നില്ല. ഫ്രീ ആണ് ഇവരുടെ എല്ലാ സർവീസസും. ഇതെപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് പക്ഷെ നോക്കണം എന്നുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കണം എന്നൊന്നും ആഗ്രഹമില്ല, പക്ഷേ ജസ്റ്റ് ഡീറ്റെയിൽസ് നോക്കണം എന്നാണെങ്കിൽ ഇവരുടെ എലിജിബിലിറ്റി ഫോം എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് നിങ്ങൾക്ക് എലിജിബിൾ ആണോ അല്ലയോ എന്ന്. പിന്നെ ഇവരുടെ വേറൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് കൺവിൻസ്ഡ് ആയിട്ട് തോന്നിയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിൽ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ എലിജിബിലിറ്റി ഫോം അതിനകത്ത് ഫസ്റ്റ് പേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, അങ്ങനത്തെ. രണ്ടാമത്തെ സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് ഡീറ്റെയിൽസ്, നിങ്ങൾ ഏത് കോഴ്സാണ്, ഏത് യൂണിവേഴ്സിറ്റിയാണ്, നിങ്ങൾ ഇൻടേക്ക് ഏതാണ്, അങ്ങനത്തെയൊക്കെ ഡീറ്റെയിൽസ്. 2 പേജേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള സംഭവമാണ്. ഏറ്റവും ഇപ്പം ഞാൻ പറയാൻ വന്ന സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാങ്കിൻ്റെ പുറകെ, ലോണിൻ്റെ പുറകെ ഇങ്ങനെ നടക്കും. നടന്ന് ചിലപ്പോൾ നിങ്ങളൊരു 6 മാസം അതിൻ്റെ പുറത്ത് കിടങ്ങി 6 മാസം കഴിയുമ്പോഴായിരിക്കും അവർ പറയുന്നത്, നിങ്ങൾ ഇനി ഈ ലോണിന് എലിജിബിൾ അല്ല, നിങ്ങൾക്ക് ഇനി ഈ ലോൺ കിട്ടത്തില്ല എന്ന്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ എലിജിബിലിറ്റി ഫോം ഉണ്ടല്ലോ അത് ആ 2 പേജ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അവർ എൻക്വയറി ചെയ്തിട്ട് അവരപ്പോൾ തന്നെ പറയും, കിട്ടുമെങ്കിൽ കിട്ടുമെന്ന് പറയും, കിട്ടില്ലെങ്കിൽ അപ്പം തന്നെ മുഖത്തേക്ക് പറയും, നിങ്ങൾക്കിത് കിട്ടത്തില്ല, നിങ്ങളുടെ ഇതനുസരിച്ച് നിങ്ങൾക്കത് കിട്ടത്തില്ല എന്ന് അവർ ഓൾറെഡി പറയും നിങ്ങളോട്. അങ്ങനെ വരാൻ നേരത്തെ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തോരം സമയം സേവ് ചെയ്യണം. കുറേ കുട്ടികളെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നോട് പറഞ്ഞാണ്, ചേച്ചി ഞാൻ ഇത്രയും നാൾ പുറകെ കിടന്ന് അവസാനമാണ് അവർ പറയണത്, അയ്യോ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ തരാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ അത്രയും സമയം സേവ് ചെയ്യുക. ഇവർ പറ്റില്ലെങ്കിൽ പറ്റില്ല, നിങ്ങൾ എഡ്യൂക്കേഷൻ ലോൺ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് നേരെ നിങ്ങളോട് പറയും. നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സമയമെങ്കിലും സേവ് ചെയ്യാമല്ലോ. അടുത്ത് പറയാനുള്ളത്, ഇപ്പം കൊളാട്രൽ വെച്ചിട്ടും ഉണ്ട്, ഇവരല്ലാണ്ട് നോൺ കൊളാട്രലും ലോൺ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗ്യാൻതൻ. പക്ഷെ കൊളാട്രൽ വച്ചിട്ടുള്ള ലോണാണ് നിങ്ങൾക്ക് 2 ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊളാട്രൽ വയ്ക്കാൻ നേരത്ത് നിങ്ങൾക്ക് 2% നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഓട്ടോമാറ്റിക്കലി കുറയും. അതുകൂടാണ്ട് കൊളാട്രൽ വച്ചിട്ടാണെങ്കിൽ നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞിട്ട് മതി, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലോൺ പേ ചെയ്യുന്ന ഒരു സംഭവം കോഴ്സ് കഴിഞ്ഞിട്ട് മതി. അപ്പോൾ ഗ്യാൻതൻ വെബ്സൈറ്റിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിനി അടുത്ത സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണേ എന്നതാണ്. സിമ്പിളായിട്ടുള്ളൊരു 5 സ്റ്റെപ്പ് പ്രൊസീജിയറാണ് ഇവർക്കുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എലിജിബിലിറ്റി ഫോമാണ്. എലിജിബിലിറ്റി ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ ആ ഒരു ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. അവർക്ക് ഇത് സബ്മിറ്റ് ചെയ്യാണ്ട് അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അതാണ് മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിനകത്ത്. അപ്പോൾ ഈ എലിജിബിലിറ്റി ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഈവൻ അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ പോലും ജസ്റ്റ് നോക്കണമെങ്കിൽ പറ്റുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 3 സ്റ്റേജ് പോലെയാണ് ആ ഫോമിൽ വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫോൺ നമ്പർ, ഇമെയിൽ ID, അങ്ങനത്തെ കാര്യങ്ങൾ. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കോഴ്സ് ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾ ഏത് കോഴ്സാണ്, ഏത് യൂണിവേഴ്സിറ്റിയാണ്, ഏത് ഇൻടേക്കാണ്, അങ്ങനത്തെ. മൂന്നാമത്തെ സ്റ്റേജ് വരുന്നത് മണി റിലേറ്റഡ് അല്ലെങ്കിൽ ഫണ്ട് റിലേറ്റഡ്, അതായത് നിങ്ങൾ എത്ര എഡ്യൂക്കേഷൻ ലോണാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, എത്ര ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, കൊളാട്രൽ ആണോ നോൺ കൊളാട്രൽ ആണോ. പിന്നെ കൊളാട്രൽ എന്ന് നേരത്തെ പറഞ്ഞാൽ 2% ഓട്ടോമാറ്റിക്കലി ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. പിന്നെ
നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം കൊളാട്രൽ ആണെങ്കിൽ നിങ്ങൾക്ക് EMI അടച്ചു തുടങ്ങിയാൽ മതി. അങ്ങനത്തെ ഇതൊക്കെ. അതാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ കൗൺസിലിംഗ് ആണ്. ഈ സ്റ്റേജിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ എലിജിബിലിറ്റി ഫോം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവരിത് എൻക്വയറി ചെയ്ത് നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര എഡ്യൂക്കേഷൻ ലോൺ കിട്ടും, നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന എഡ്യൂക്കേഷൻ ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഏതാണ്, ഏത് ബാങ്കാണ്, അങ്ങനെ നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന സ്റ്റേജാണ് ഈ ഫ്രീ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ആ സ്റ്റേജിൽ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങളുടെ ഫോം നോക്കിയിട്ട് അവർക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടത്തില്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ തന്നെ അവർ പറയും നിങ്ങൾക്ക് പറ്റത്തില്ല, ഈ ലോൺ കിട്ടത്തില്ല എന്നുള്ളത്. അല്ലാണ്ട് നിങ്ങളുടെ ടൈം കുറേ 6 മാസം ബാങ്കിൻ്റെ പുറകെ നടന്ന് അവരവസാനം പറയണമല്ലോ അങ്ങനെ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യും. നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിട്ട് അവർക്ക് തോന്നുന്നു ഓക്കെ ഇയാൾ എലിജിബിൾ അല്ലെങ്കിൽ അവർ നേരിട്ട് പറയും നിങ്ങൾക്ക് എലിജിബിൾ ആണെന്ന് അല്ലാന്ന്. അപ്പോൾ എലിജിബിൾ ആണെങ്കിൽ അവർ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന സ്റ്റേജാണ് രണ്ടാമത്തെ സ്റ്റേജ്. അതായത് ഏത് ബാങ്കാണ്, എത്ര ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, ഏതൊക്കെ ബാങ്കൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെന്റേഷൻ ആൻഡ് ഫോം ഫില്ലപ്പ്. ഇത് ഇവരുടെ ഇതിനകത്ത് ഞാൻ വലിയൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയും. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിലൊക്കെ പോകാൻ നേരത്തെ എങ്ങനെയാണ് പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓരോ ആഴ്ച ഓരോ ഡോക്യുമെന്റ് ചോദിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർത്ത് കാണുമല്ലോ ഇതൊക്കെ കഴിഞ്ഞു, ഡോക്യുമെന്റ് ഒക്കെ കഴിഞ്ഞു എന്ന് ഓർക്കുമ്പോൾ പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ആ ഡോക്യുമെന്റ് ഇതാ, ഈ ഡോക്യുമെന്റ് ഇതാന്ന് പറഞ്ഞ് ഇങ്ങനെ ഡോക്യുമെന്റ്സിന്റെ പുറകെ നടന്ന സിറ്റുവേഷൻ. ഇവരുടെ ഈ സ്റ്റേജിൽ ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് തരും. അതെല്ലാം അവർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരിങ്ങനെ പുറകെ നടക്കില്ല അത് ഇതാന്ന്. അവരെന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണോ വേണ്ടത് അതിന്റെ ലിസ്റ്റ് അവർ ഓൾറെഡി നിങ്ങൾക്ക് കൈ തരും. അത് നോക്കിയിട്ട് നിങ്ങളുടെ ഉള്ളതെല്ലാം കൂടി നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുക. അല്ലാണ്ട് ഞാനിപ്പോൾ പറഞ്ഞില്ല ബാങ്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അവർ വിളിച്ചുകൊണ്ടിരിക്കും അതാ ഇത് എന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ട് ആ ഒരു സംഭവമില്ല. ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്, ആ ലിസ്റ്റിൽ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണോ അതൊക്കെ നിങ്ങൾ അപ്പം തന്നെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരിങ്ങനെ പുറകെ നടന്നിട്ട് ഇതാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സംഭവമില്ല. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നെഗോഷിയേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഈ സ്റ്റേജ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. കാര്യം എന്നാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അല്ല അവർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തോന്നുന്നത്. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം നമുക്കിതാണ്, നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ 8% നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അവർ 9% പറയുമെങ്കിൽ നിങ്ങൾക്ക് 8% കിട്ടിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സൈഡ് ഇന്ന് ബാർഗെയിൻ ചെയ്ത് മേടിക്കാനായിട്ടുള്ള സ്റ്റേജാണ് ഇത്. അപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് ഇപ്പം അത് വേണ്ട, ഞങ്ങൾക്ക് അതിൽ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നു വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാനോ അവർക്ക് ഒരു കുഴപ്പമില്ല. അവരെല്ലാ സ്റ്റേജിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പക്ഷേ അന്ന് വെച്ചിട്ട് ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് നിങ്ങൾ ലോൺ എടുക്കുന്നില്ല എന്നൊന്നും ചോദിക്കില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന 8% ആണെങ്കിൽ അത് അത്തണ വരെ വെയിറ്റ് ചെയ്യാനായിട്ട് അവരും ഓക്കെയാണ്. നിങ്ങൾ എത്ര മാക്സിമം നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ നെഗോഷിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് യൂസ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഈ ലാസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രൂവൽ. ഈ അപ്രൂവൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും എഗ്രിമെൻറ്റിലെത്തി നമുക്ക് പറ്റിയ ബാങ്കും സെലക്ട് ചെയ്തു, നമുക്ക് പറ്റിയ ഇൻട്രസ്റ്റ് റേറ്റും ഒക്കെ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ എഗ്രിമെൻറ്റ് എത്തി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വീഴും. എഡ്യൂക്കേഷൻ ലോൺ എത്രയാണോ അത് നിങ്ങളുടെ അക്കൗണ്ടിൽ വീഴുന്ന ലാസ്റ്റ് സ്റ്റേജാണ് അപ്രൂവൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ ഈ 5 സ്റ്റെപ്പ് സിമ്പിളായിട്ട് പറഞ്ഞെങ്കിൽ പോലും റിയൽ ലൈഫിൽ വരാൻ നേരത്തെ ഒരു ബാങ്കിൽ പോയി ചെയ്യാൻ നേരത്തെ ഇത് ഭയങ്കര പാടുള്ളൊരു സംഭവമാണ്. ഞാൻ അപ്പം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ എൻ്റെ എഡ്യൂക്കേഷൻ ലോണിൻ്റെ സമയത്ത് എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതെനിക്ക് യൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇവർ സിമ്പിളായിട്ട് ചെയ്തു തരുന്നു. ആദ്യ സ്റ്റെപ്പ് തൊട്ട് വരെ അവസാന സ്റ്റെപ്പ് വരെ നിങ്ങളുടെ ഒരു പൈസയും മേടിക്കാതെ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു. അറ്റ് ദി എൻഡ് നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ എന്നതാണ് വേറൊരു ഇതല്ലാണ്ട് വേറെ നിങ്ങൾക്ക് നഷ്ടം വരുന്ന രീതിയിൽ എന്തായാലും ഇവർ ചെയ്യുന്നില്ല. ഇതാണ് ഇത്ര എനിക്ക് വീഡിയോനെ പറ്റി പറയാവുന്ന കാര്യം. പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ പേര് എഡ്യൂക്കേഷൻ ലോൺ കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. എസ്പെഷ്യലി ഓസ്ട്രേലിയ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര പാടാണ് കുറച്ച് കിട്ടാനൊക്കെ. കാര്യം ഇച്ചിരി എക്സ്പെൻസീവാണ് ബാക്കി രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അങ്ങനെ വരാൻ നേരത്തെ എല്ലാവർക്കും ഒരു ഓപ്ഷൻ എഡ്യൂക്കേഷൻ ലോൺ കിട്ടാൻ പാകത്തിന് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഇതുള്ളത്. പിന്നെ എടുത്തു പറയുന്നത് ഓസ്ട്രേലിയ മാത്രമല്ല എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്, പുറം രാജ്യങ്ങൾക്ക്. അപ്പം നിങ്ങൾ നോക്കുന്ന പുറം രാജ്യം ഇപ്പോൾ ഓസ്ട്രേലിയ തന്നെ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയതാണ് ഈ ഒരു ഗ്യാൻഡർ എന്ന് പറഞ്ഞാൽ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ പോയി നോക്കാനായിട്ട് ശ്രമിക്കുക. അത്രേ ഉള്ളൂ. വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി കാണുന്നവരെ ബൈ ബൈ.